ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാണ്ടാസ് ലൈബ്രറിയെ കുറിച്ചാണ്. എന്താണ് പാണ്ടാസ്? ഡാറ്റാ സയൻസ്, AI, മെഷീൻ ലേണിംഗ് മേഖലകളിലെല്ലാം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. പൈത്തണിൽ ഡാറ്റയെ അനലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ലൈബ്രറിയാണ് പാണ്ടാസ്. പാണ്ടാസ് ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഡാറ്റയെ അനലൈസ് ചെയ്യാനും മാനിപ്പുലേഷൻ ചെയ്യാനും ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നു. ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ട് CSV, എക്സൽ ഫയലുകൾ റീഡ് ചെയ്യുന്നതിനും ഡാറ്റ ക്ലീൻ ചെയ്യാനായിട്ടും സാധിക്കും. പാണ്ടാസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ഇതിനായിട്ട് pip install pandas എന്ന കമാൻഡ് കൊടുക്കാം. ഇമ്പോർട്ട് ആസ് PD എന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡാറ്റ സ്ട്രക്ചർ. പാണ്ടാസിൽ യൂസ് ചെയ്യുന്ന 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് സീരീസും ഡാറ്റ ഫ്രെയിം. സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ഡയമെൻഷണൽ അറേ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സൽ ഷീറ്റ്. ഈ എക്സൽ ഷീറ്റിൽ ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിനെയാണ് നമ്മൾ സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡാറ്റ സ്ട്രക്ചർ ആണ് ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഫ്രെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേനെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ ഡാറ്റാബേസ്. ഈ എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഡാറ്റാബേസിലോ ഉള്ള മൾട്ടിപ്പിൾ റോസ് ആൻഡ് കോളംസിനെയാണ് നമ്മൾ ഈ ഒരു ഡാറ്റ ഫ്രെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൈബ്രറിയുടെ യൂസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടാബുലർ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സെക്കൻഡ് വൺ, CSV, എക്സൽ ഫയലുകൾ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തേർഡ് വൺ, കോളംസ് ആക്സസ് ചെയ്യുന്നതിനും മാനിപ്പുലേഷൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഫോർത്ത് വൺ, ഡാറ്റ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫിഫ്ത്ത് വൺ, മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സിക്സ്ത് വൺ, ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട്. സെവൻത് വൺ, ഡാറ്റകളെ സോർട്ടിംഗ് ചെയ്യാനായിട്ട്. എയ്ത്ത് വൺ, ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഹൗ ടു ക്രിയേറ്റ് എ സീരീസ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ ആ ഡാറ്റ ലിസ്റ്റോ ഡിക്ഷണറിയോ ആവാം. ഈ ഒരു ഡാറ്റയെ 1 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ സീരീസിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാൾ ചെയ്യാണ് പാണ്ടാസ്. റൺ ചെയ്യുന്നു. എനിക്ക് പാണ്ടാസ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ് പാണ്ടാസ്. അപ്പോൾ ആ ഒരു കമാൻഡ് കൊടുക്കണം. എനിക്കിവിടെ പാണ്ടാസ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിസ്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്ന ലിസ്റ്റിലാണ്. ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ബി എന്ന് പറയുന്നൊരു വേരിയബിൾ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സീരീസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. PD.series എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ S എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ ആയിരിക്കണം. സീരീസ് മെൻഷൻ ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു വേരിയബിളിനെ പാസ് ചെയ്യണം. ഈ ഒരു ബി എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സീരീസ് കിട്ടി അല്ലേ. ഈ ലിസ്റ്റിലുള്ള ഈ ഒരു ഡാറ്റ സെറ്റ്, അപ്പം നമ്മുടെ ഡാറ്റ സെറ്റ് ലിസ്റ്റിലാണ്. ഈ ഒരു ഡാറ്റനെ ഞാൻ എന്ത് ചെയ്യാണ്, സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കി. ഇവിടെ നമുക്ക് വാല്യൂസ് മാത്രമല്ല, തൊട്ടിപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെയും കുറച്ച് നമ്പേഴ്സ് അസൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താ, ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഈ ഒരു ലൈബ്രറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്
നമുക്ക് വാല്യൂസിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ഇൻഡെക്സ് നമ്പറും അസൈൻ ചെയ്ത് കിട്ടും. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ലിസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ ഒരു സീരീസ് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ഇൻഡെക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് കിട്ടിയതാണല്ലേ, 0, 1, 2, 3, 4 അങ്ങനെ. അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഇൻഡെക്സ് മെൻഷൻ ചെയ്താൽ മതി. അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻഡെക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് നമ്പർ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ലിസ്റ്റിനെയും ഈ ഒരു സീരീസിനെയും കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാനിവിടെ ചെയ്യേണ്ട ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എ നമ്മൾ ആ ഒരു ലിസ്റ്റിനെ പാസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഡാറ്റനെ പാസ് ചെയ്യുന്ന ഒരു വേരിയബിൾ നമ്മൾ പാസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിൾ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ എ കോമ എനിക്ക് എന്ത് ഇൻഡെക്സ് ആണോ എനിക്ക് വേണ്ട ആ ഇൻഡെക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ട ഇൻഡെക്സ് ഞാൻ അവിടെ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ബ്രാക്കറ്റിൽ എനിക്ക് വേണ്ട ഈ ഒരു നമ്പർ അല്ലെങ്കിൽ വാല്യൂസിന് ഞാൻ കൊടുക്കുകയാണ്. ഞാനിവിടെ എനിക്കിപ്പോൾ ഒരു ABC ആ ലെറ്ററിലാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ റൺ ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ, അപ്പൊ എനിക്കിവിടെ എന്തായി, ഇൻഡെക്സ് നമ്പർ ചേഞ്ച് ആയിട്ട് കിട്ടി. നമ്മൾ എന്താണോ ഇൻഡെക്സ് മെൻഷൻ ചെയ്യുന്നത് അതാണ് എനിക്ക് എന്ത് ചെയ്തത്, ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നത്. ഇങ്ങനെയാണ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു സീരീസിന്റെ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി. ഒരു ലിസ്റ്റ്, നമ്മുടെ ഡാറ്റ എന്ന് പറയുന്ന ലിസ്റ്റിലായിരിക്കും. അപ്പോൾ ആ ഒരു ഡാറ്റനെ നമുക്ക് എങ്ങനെ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഞാനിവിടെ ഈ ഒരു 50 എന്ന് പറയുന്ന വാല്യൂവിന്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു ഇതിപ്പോ ഈ ഒരു 50 എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അല്ലെ. അപ്പൊ അതിനെ ഞാൻ ഫ്ലോട്ട് വാല്യൂ ആക്കുകയാണ്, അതായത് പോയിന്റ് വാല്യൂ ആക്കുകയാണ്. അപ്പൊ പോയിന്റ് ആയിട്ട് ഞാൻ ആ ഒരു വാല്യൂനെ മെൻഷൻ ചെയ്യുന്നതാണ് ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു 0 മെൻഷൻ ചെയ്യണം. 50.0 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഡാറ്റയിൽ ഞാൻ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ഇത് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, എനിക്ക് ഇത് മുൻപ് എന്തായിരുന്നു, ഇത് ഫുൾ ഇൻറ്റീജർ വാല്യൂസ് ആയിരുന്നു അല്ലെ. ഇപ്പൊ എന്തായി, ഇത് ഫുള്ള് ഒരു ഫ്ലോട്ട് വാല്യൂ ആയി അല്ലെ. ഇത് എന്ന് പറയുന്നത് എന്തായി, ഫ്ലോട്ട് വാല്യൂ ആയി. ഇതിന്റെ ഇവിടെ നടക്കുന്ന സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹോമോജീനിയസ് നേച്ചർ ഈ ഒരു ലൈബ്രറി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സീരീസ്, ഈ ഒരു pd.series എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഹോമോജീനിയസ് നേച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഡാറ്റയിൽ ഒരു വാല്യൂ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫ്ലോട്ട് വാല്യൂ മെൻഷൻ ചെയ്തത്. ഇപ്പൊ എന്തായി, ഓട്ടോമാറ്റിക്കലി എല്ലാ വാല്യൂസും എന്തായി, ഫ്ലോട്ട് വാല്യൂ ആയി. അപ്പൊ ഒരേ സ്വഭാവമാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഡാറ്റ സെറ്റിൽ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഞാൻ പേഴ്സൺ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് മെൻഷൻ ചെയ്യുന്നത്. ഡിക്ഷണറി കൊടുക്കാൻ പോവാണ്. ഒരു ഡിക്ഷണറിയിൽ ഞാനിവിടെ നെയിം എന്ന് പറയുന്ന കീ കൊടുക്കുന്നു. വാല്യൂ ആയിട്ട് അശ്വതി എന്ന് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്യണം,
ഏജ് കൊടുക്കുകയാണ്. ഏജ് എന്ന് പറയുന്ന ഒരു കീ മെൻഷൻ ചെയ്യാണ്. ഇതിന്റെ വാല്യൂ ആയിട്ട് ഞാൻ ഒരു 22 മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എന്ത് ചെയ്യുക, ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ എ ഈക്വൽ ടു എ വേണ്ട, നമുക്കൊരു ഇ എടുക്കാം. ഇ ഈക്വൽ ടു ഇ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, പി ഡി ഡോട്ട് സീരീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ എസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ നമുക്കറിയാം. അപ്പൊ സീരീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വേരിയബിളിന് ഞാൻ എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഡിക്ഷണറി പാസ് ചെയ്യാണ്. കോൾ ഇത് റൺ ചെയ്യുന്നു. എനിക്കിവിടെ എന്തായി, ഡിക്ഷണറിയിൽ നിന്ന് ഒരു സീരീസ് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സീരീസിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കീ ആണ്, നെയിം, ഏജ്. ഓക്കെ, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു കീയുടെ തന്നെ വാല്യൂ ആയിട്ടുള്ള അശ്വതി എന്ന് പറയുന്ന ഒരു വാല്യൂ, 22 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഇവിടെ മെൻഷൻ ചെയ്ത് കിട്ടിയത്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്കിപ്പോൾ ഈ ഒരു സീരീസിന്റെ ഡാറ്റ ടൈപ്പ് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു സീരീസിന്റെ ഡാറ്റ ടൈപ്പ് എനിക്കറിയണം. അപ്പം അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡി ടൈപ്പ് ഫംഗ്ഷനാണ്. ഈ ഒരു വേരിയബിൾ ഡോട്ട് ഡി ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, ഇതിന്റെ ഡാറ്റ ടൈപ്പ് എനിക്ക് കിട്ടി. ഇത് ഫ്ലോട്ട് 64 ആണ് അല്ലേ. ഈ ഒരു സീരീസിന്റെ ഡാറ്റ ടൈപ്പ് എനിക്ക് നോക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, വേരിയബിൾ ഡോട്ട് ഡി ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. ഡി ടൈപ്പ് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, ഈ ഒരു സീരീസിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡീജർ ആണ്. ഇൻഡീജർ 64 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു സീരീസിന്റെ ഡി ടൈപ്പ് നമുക്ക് നോക്കാം. വേരിയബിൾ ഡോട്ട് ഡി ടൈപ്പ് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, ഒബ്ജക്റ്റ് എന്ന് കിട്ടി. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് സീരീസിൽ നോക്കാനായിട്ടുള്ളത്.